ഒരു ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുമ്പോഴും അപ്പോൾ മറുഭാഗത്ത് ഈ താരസംഘടന ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആക്ടിവിറ്റികളിൽ ഉള്ള ആളുകളാണല്ലോ ഇവരൊക്കെ ഒരു തൊട്ടും തൊടാതെ താരസംഘടനയും പ്രധാനപ്പെട്ട താരങ്ങളും ഒക്കെ തൊട്ടും തൊടാതെയുള്ള മറുപടി വിഷയത്തിൽ പറഞ്ഞിട്ട് എന്തായിരിക്കും രാവിലെ ഒരു കാരണം? ഇതിനകത്ത് നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ കതകിന് മുട്ടി എന്നതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത് ഈ മുട്ടിയ വിവരം അറിഞ്ഞിട്ടുള്ള ചില ആളുകളുടെ നിസ്സംഗതയാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രധാനപ്പെട്ട നടന്മാരടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തണം. കാരണം എല്ലാവരും സംശയനിലയിൽ നിൽക്കുകയല്ലേ. എല്ലാവരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടുന്ന ബാധ്യത സിനിമാ സംഘടനകൾക്കുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കും. തൊഴിലിടത്തിലെ ഇത്തരത്തിലുള്ള അസുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ മാറ്റം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ, പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക തന്നെ ചെയ്യും. അത് ആർക്കാണെന്ന് സർക്കാരാണ് പറയേണ്ടത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ. കഥകിന് മുട്ടിയത് ആരാ? ഈ മോർഫ് ചെയ്ത ചിത്രം ആരാണ് അത് ചെയ്തത്? ഇപ്പം ഇരയുടെ പേര് പുറത്തു വരുന്നില്ല എന്ന് ശഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് ഈ രാജ്യത്തെ നിയമത്തിൻ്റെ സാമാന്യ നീതിയാണ്, ഇരയുടെ പേര് പുറത്തു വരരുത് എന്നുള്ളത്. പക്ഷേ വേട്ടക്കാരൻ്റെ പേര് പുറത്തു വരാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ നിഷ്കർഷിക്കുന്നത്, വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേട്ടക്കാരൻ ആരായാലും ആ വേട്ടക്കാരൻ മറനീക്കി പുറത്ത് വന്നേ പറ്റൂ. ഇരയ്ക്കും വേട്ടക്കാരനും തുല്യമായ നീതി കിട്ടുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടി വേട്ടയാടുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറി നിൽക്കണം. സംവിധാനത്തിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ശക്തമായ ഒരു നടപടി എന്നുള്ള തരത്തിലേക്ക് പോയി ആളുകൾക്ക് മുഴുവൻ തുറന്നു പറച്ചിലേക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിലേക്ക് വരുത്തണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. സ്വാഭാവികമായിട്ട് അത് സിനിമാ രംഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കൂടി അതിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇപ്പം നമുക്കിതിനെപ്പറ്റി വിവരമില്ല എങ്കിലും ഇൻഡസ്ട്രിക്കകത്തുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി നേരത്തെ തന്നെ ബോധ്യമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായ മാറ്റങ്ങൾക്ക് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ മാറ്റം വേണമല്ലോ. ആ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? ഇപ്പോൾ അവർ മാറാൻ തയ്യാറാകുന്നില്ല. അവരെ മാറ്റേണ്ടത് ഈ രാജ്യത്തൊരു നിയമ സംവിധാനം ഇല്ലേ? അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഗോവിന്ദച്ചാമിക്കില്ലാത്ത എന്ത് പ്രിവിലേജ്, എന്ത് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് ഈ രാജ്യത്തെ നിയമത്തിനകത്ത് ഈ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ളത്? ഇപ്പോൾ വേറെ ഏത് മേഖല ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു മേഖലയാണെങ്കിൽ ഈ പ്രിവിലേജ് കിട്ടുമോ? ഒരു പബ്ലിക് സർവൻ്റ് ആകട്ടെ, ഒരു മാധ്യമ പ്രവർത്തകനാകട്ടെ, ഒരു പൊതുപ്രവർത്തകനാകട്ടെ, അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ഈ രാജ്യത്ത് ഒന്ന് ആലോചിക്കണം. 2 മുൻ മുഖ്യമന്ത്രിമാർ ഇന്നത്തെ ദിവസവും ജയിലിൽ കിടക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ഇന്നത്തെ ദിവസവും ജയിലിൽ കിടക്കുന്ന രാജ്യമാണ് ഈ രാജ്യം. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സംസ്ഥാനത്തിൻ്റെ ചീഫിന് ലഭിക്കാത്ത പ്രിവിലേജ് ഏതൊക്കെയോ ചില ക്രിമിനൽസിന് ലഭിക്കുന്നു എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനകത്തും മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്താനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. കാരണം സംസ്ഥാന സർക്കാരാണല്ലോ ഇതിൻ്റെ കസ്റ്റോഡിയൻ. ഈ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ സംസ്ഥാന സർക്കാരാണ്. ഇപ്പം നമുക്ക് ഇന്നലെ തൊട്ട് ഞെട്ടലാകാം. സംസ്ഥാന സർക്കാർ 5 കൊല്ലം മുമ്പ് ഞെട്ടിയതല്ലേ? ആ ഞെട്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? അപ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു ആക്ഷൻ ടേക്കൺ പ്ലാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മന്ത്രിയെ തിരിച്ചെടുക്കാനായിട്ട് 1 മാസം കൊണ്ട് അന്വേഷണ കമ്മിറ്റിയെ വെച്ച് ജുഡീഷ്യൽ അന്വേഷണ കമ്മിറ്റി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് റിപ്പോർട്ടിന്മേൽ ആക്ഷൻ ടേക്കൺ നടത്താൻ അറിയുന്നൊരു സർക്കാർ, 4 പ്രോസസ്സ് പൂർത്തീകരിക്കാൻ ഒരു മാസം മാത്രം വേണ്ടുന്നൊരു സർക്കാരിന് 5 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണെന്ന് ആലോചിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് സിനിമാ ഇൻഡസ്ട്രി. ആ സിനിമാ ഇൻഡസ്ട്രിയിൽ എല്ലാം മോശമാണെന്ന് പറയുന്നില്ല. ഈ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, നന്നായി പെരുമാറുന്ന സൂപ്പർ സ്റ്റാറുകളുണ്ട്, നന്നായി പെരുമാറുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, നന്നായി പെരുമാറുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടി ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ റിപ്പോർട്ട്. ഇത് അങ്ങനെ കാടടച്ച് പറയേണ്ടതല്ല. സ്പെസിഫിക്കായി ആര്, ഏത്, എങ്ങനെ, എപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു ശുപാർശകൾ മാത്രം പോരാ. നാളെ ഇന്ന് തൊട്ട് നമ്മൾ തീരുമാനിച്ചിട്ട് ഇതുവരെയുള്ളതെല്ലാം പോട്ടെ, മാപ്പാക്കിയിരിക്കുന്നു, നാളെ തൊട്ട് നമുക്കങ്ങ് നന്നാക്കിയേക്കാം. അതല്ല, ഇതുവരെ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രൈമിന് മുകളിലും ആക്ഷൻ ഉണ്ടായിരിക്കണം. വന്നപ്പോൾ ചില ആളുകളൊക്കെ ഒരുപക്ഷെ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം, തങ്ങളുടെ പേരൊന്നും വന്നിട്ടില്ല. ഇതിനി തുടർന്ന് പോകുന്നതിന് ഒരു വളമായിട്ട് മാറില്ലേ? അല്ല, ഒരു കാര്യം ആലോചിക്കേണ്ടത്, അവരുടെ സന്തോഷത്തേക്കാൾ ഇപ്പം ക്രൈം ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്വമല്ലല്ലോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ നീതിന്യായ സംവിധാനം, നിയമ സംവിധാനം അങ്ങനെയാണോ പറയുന്നത്? ക്രൈം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം അല്ലത്. ഇപ്പോൾ 2019 ശേഷം നടന്നിട്ടുള്ള മുഴുവൻ ക്രൈമിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. 2019 അതുവരെ പോട്ടെ, അതുവരെ നമുക്ക് കേട്ടുകേൾവികളും കെട്ടുകഥകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. 2019 സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് കിട്ടുകയാണ്.
ഈ ക്രൈം റെക്കോർഡ് ചെയ്യപ്പെട്ട് ഡോക്യുമെൻ്റായിട്ട് കിട്ടുകയാണ്. ആ ഡോക്യുമെൻറ്റിന് മുകളിൽ ആക്ട് ഉണ്ടാകാത്തതിൻ്റെ 5 വർഷക്കാലത്തെ മുഴുവൻ ക്രൈമുകളുടെയും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ചെറുതും വലുതുമായ മുഴുവൻ ക്രൈമുകളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ 2020 വകുപ്പിന് നൽകിയ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വകുപ്പ് മന്ത്രി അടക്കം ഈ താരങ്ങൾക്കും ഈ ഗ്രൂപ്പിനൊക്കെ കൂട്ടുനിൽക്കുന്നതായിട്ട്. അത് താരങ്ങളെന്ന് നമ്മൾ ജനറിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. ക്രിമിനൽസിനോടൊപ്പം സംസ്ഥാന സർക്കാരുണ്ട്. ക്രിമിനൽസിൻ്റെ സംരക്ഷകരാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. ഇതിനകത്ത് സ്റ്റണ്ട് ചെയ്യുന്നത് മാത്രമാണ് ആക്ടേഴ്സ്. സ്റ്റണ്ട് മാസ്റ്റർ ഇപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ ക്രൈമുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിന് വേണ്ടപ്പെട്ട ആരെയോ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതാരാണെന്ന് ഗവൺമെൻറ് പറയണം. ആ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് എന്താണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നു അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ട് അദ്ദേഹം കണ്ടിട്ടില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? ഇനി മാത്രമല്ല, ആ വകുപ്പ് അത് DGPക്ക് കൈമാറിയിരുന്നല്ലോ റിപ്പോർട്ട്. എന്നിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ എന്തെങ്കിലും ആക്ട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ അന്വേഷണ റിപ്പോർട്ടും DGPക്ക് സമർപ്പിക്കണം എന്നുള്ള നിയമമുണ്ടോ? ഇല്ലല്ലോ. ആ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് DGPക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് എന്തോ ക്രിമിനൽ ഗ്രാവിറ്റിയുള്ള ഒരു നല്ല ഗ്രാവിറ്റിയുള്ള ക്രൈം അതിനകത്ത് നടന്നുകൊണ്ടായിരിക്കുമല്ലോ DGPക്ക് അത് കൈമാറിയത്. അപ്പോൾ കൈമാറിയ അത്ര കുറ്റകൃത്യം അടങ്ങിയ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൈമാറിയ റിപ്പോർട്ടിനെ പറ്റി വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നല്ല നമസ്കാരവും അദ്ദേഹത്തിൻ്റെ നല്ല ബുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആശംസകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ കീഴിലാണ് സർക്കാർ, അല്ലെങ്കിൽ ആ പവർ ഗ്രൂപ്പ് സർക്കാരിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളൊരു വാദം കൂടെ വരുന്നില്ല? തീർച്ചയായിട്ടും പവർ ഗ്രൂപ്പിൻ്റെ അടിമയായി സംസ്ഥാന സർക്കാർ മാറുകയാണ്. പവർ ഗ്രൂപ്പിൻ്റെ അടിമയായി സിനിമ ഇൻഡസ്ട്രി മാറി എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നത് വഴി ആ പവർ ഗ്രൂപ്പിൻ്റെ അടിമയാണ് സംസ്ഥാന സർക്കാരുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.